ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫൈനലി ഇന്ന് രാവിലെ വീടെത്തി. സോ ഇന്ന് ഞങ്ങൾ മീനൂന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം വന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടി ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അതാ മീനൂന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം. എൻ്റെ പല്ല് കുറച്ച് ഉന്തൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, കാരണം അലൈനേഴ്സ് ഇടണം. അലൈനേഴ്സ് ഇടുമ്പം കുറച്ച് ഇതുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ പല്ല് ഞാൻ കുറച്ച് ദിവസം ഇടാതിരുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്നൊരു പൊടിക്ക് എന്തുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഇതിട്ടപ്പോൾ ഒരു ബൾജിങ് പോലെ, ഒരു ഉന്തൽ പോലെ. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞു തന്നു, ഇന്ന് നമ്മൾ മീനുവിന് വെഡ്ഡിങ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പം ഞാനും അപ്പവും അബിയും കൂടെയാണ് പോണത്, വേറെ ആരുമില്ല. കാരണം അമ്മയ്ക്ക് ഇവിടെ അമ്മൂമ്മ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അമ്മൂമ്മയും കൂടെ അമ്മൂമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടും ഹെൽത്ത് ഇഷ്യൂസ് അല്ല. അപ്പം ഞാനും അപ്പവും അബിയും കൂടെ പോകാമെന്ന് വിചാരിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് മീനുവിന് അവിടെ മൈലാഞ്ചിയൊക്കെ ഇടയാണ്. കോയിൻസിഡൻസ് വെക്കാം, എനിക്ക് മൈലാഞ്ചി ഇട്ടെന്നാണ് മീനു എനിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അതായത് ഇപ്പോൾ മീനിന് മൈലാഞ്ചി ഇടേണ്ട അന്ന് തന്നെ ഞാൻ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ അവൾ ഇന്നാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മെനിഞ്ഞാന്നൊക്കെ എനിക്ക് തോന്നുന്നു അവൾ എവിടെയൊക്കെ എന്തൊക്കെ വാങ്ങാൻ പറഞ്ഞ് വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് ഇത് അനുവിന് വാങ്ങിച്ച ഗിഫ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവൻ എന്തായാലും ഇന്ന് കാണൂല, ഇനിയിപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ തന്നെ കാണുള്ളൂ. അപ്പം അന്ന് കൊടുക്കാതെ അവളേൽ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനുള്ള ഗിഫ്റ്റ് രണ്ടുപേരും ഒരുമിച്ചില്ലല്ലോ, മേ ബി അവിടെ ഉണ്ടെങ്കിൽ അവനൂടെ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവളെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ആൻഡ് മീനുവിൻ്റെ ഗിഫ്റ്റിൽ എനിക്ക് കുറച്ചൊന്ന് റാപ്പ് ചെയ്യണം, കുറച്ച് നോട്ട്സൊക്കെ എഴുതാണ്ട് മീനുവിന്. അപ്പം അതൊക്കെ എഴുതി ഒന്ന് റാപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ, ഒരു സ്റ്റിക്കർ പോലത്തെ സാധനമാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം മൈലാഞ്ചിയൊക്കെ എന്തായാലും എനിക്കൊന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞിരിക്കാറ്. ഈ സമയം ഉണങ്ങി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പണ്ടത്തെ ടൈപ്പ് ആണിയല്ല, ഇങ്ങനത്തെ ആണിയാണ്. എന്തായാലും ഭയങ്കര പാടായിരുന്നു അടയ്ക്കാനൊക്കെ. ചെറിയ ആണ്. കൊള്ളാമോ? ഞാനും എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഔട്ട്ഫിറ്റ്. അമ്മൂമ്മമാർക്ക് ഇടുന്ന ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്ന ഔട്ട്ഫിറ്റാണ്. ഇപ്പം വാങ്ങിച്ച വീട്ടിൽ അമ്മച്ചേരിയൊക്കെ സോപ്പിടും. വേറെ ഉണ്ട്, വേറെ നിന്റെ അച്ഛൻ വന്ന ഉടനെ. എൻ്റെ അച്ഛനാ? ഓ, എവിടെ അച്ഛൻ സ്നേഹം ഉണ്ട്. ഇത് അനുവിന് വാങ്ങിച്ച വാച്ച്. അവളെ ചെറുക്കാൻ അന്ന് ഇവിടെ ഒന്നും ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കൊള്ളാമോ? അമ്മ ഞാൻ നേരത്തെ പറഞ്ഞ് ഗൈസ്, സംഭവമല്ല, ഞാൻ അബിയൊക്കെ നേരത്തെ പറഞ്ഞു ഇടമാന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഈ സമയത്ത് എന്റെ പിറകെ നടക്കും. പോണില്ലേ അമ്പിളി? എപ്പോ പോണമ്പിളി? അമ്പിളി ഇറങ്ങാറായോ? ഇറങ്ങാറായാലും നമ്മളിവിടെ ഇറങ്ങുമ്പോഴേ ഒരുങ്ങാൻ കയറുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ അവന് ഗൈസ് അവൻ എല്ലാം റെഡി ആയിട്ട് നിന്നിട്ട് അവനപ്പം മൂത്രം ഒഴിക്കാൻ പോണം. ഇവരൊക്കെ ആശുപത്രിയിൽ പോണം കാല് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഗിഫ്റ്റും കൊണ്ട് പോവാം. ഇല്ല, ഞാൻ അമ്മ എൻ്റെ അപ്പൂൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മ. ഓ ഉണ്ട്, സിന്ദൂര ഉണ്ടാന്ന് പറയാ. സിന്ദൂരിട്ടില് അപ്പൂന്റെ അടുത്ത് വേണ്ട. പിന്നെ നമുക്ക് ഓർമ്മിക്കണ്ടേ എന്റെ കല്യാണം കഴിഞ്ഞ ഇതൊക്കെ ഓർമ്മിക്കണ്ടേ ഇച്ചായ? ചേട്ടാ പോവാ. ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കും. എങ്ങനെ? അതെ, അപ്പൊ അണ്ടർ ഡിയോഡന്റ് റോൾ ഓൺ ഒക്കെ ഇടണതാണ്. ഞാൻ എൻ്റെ അപ്പൂൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം, വന്ന് പിടിക്കാമോ?
നിങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അമ്മ ഫോൺ പിടിച്ചേക്കാണ്. സുമുനി അങ്ങനെയുണ്ട്. അല്ല എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ടപ്പല്ല ഇത് നാട്ടിൽ ചെത്തി നടക്കാം തന്നെ. കൊള്ളാം, നല്ല രസമാണ്. മാളു പഠിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് കേൾക്കാം. മാളു പേടിക്കില്ലേ? മാളു മാളു ചേട്ടൻ അനുഗ്രഹിക്കാം നോക്കണം. മകളെന്താ കാണിക്കണം? പഠിക്കണ്ട, നീ പഠിക്കണം. ഇനി പഠിക്കാൻ സിലബസ് ഇല്ല. എടി വന്ന് നോക്ക്. മാളു അവളെ മൈൻഡ് ചെയ്യൂല. നമ്മൾ തുറന്നു തരണം. എങ്ങനെ ഇരിക്കുന്നു? നമ്മള് മീനിനെ കണ്ടിട്ട് കൊറേ ദിവസമായ അല്ലേ? അന്ന് അനു വന്നപ്പം കണ്ട തന്നെ. പിന്നെ അവര് തിരക്കായ അവന് വെഡിങ് ഡ്രസ്സൊക്കെ വന്നാലേ എടുക്കാൻ പറ്റുള്ളായിരുന്നു, മറ്റേ തയ്ക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ അവര് ഫുള്ള് ബിസിയായി. വേദിക കണക്ക് അപ്പോഴെപ്പോഴും ഭയങ്കര എക്സ്പ്രഷൻ. ഓ പോണോ അത് പോയി കേട്ടോ. അതാണ് തത്ത. ഓ ഞാൻ ഒന്നും പറയില്ല. അതായത് ഒരു കിളി അതിന്റെ വാലിങ്ങനെ ഇരിക്കണം. എന്തൊരു കിളി, കോഴി പോലത്തെ ഒരു സാധനം. പിന്നെ പോടാ. പിന്നെ തോട്ടിന്റെ ഇടയിൽ കിടന്ന് വളർന്ന് എനിക്ക് കൊക്കിനെ കണ്ട് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇപ്പം വീടെത്തി. ഇതോ ആ വൈറ്റ് പെയിന്റ് അടിച്ചേക്കുന്ന മീനുവിന്റെ വീട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞെടി വരും, ഞങ്ങൾ സിറ്റിയിൽ പോയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അല്ല ഗിഫ്റ്റിന്റെ കാര്യമൊന്നും അറിഞ്ഞൂടാ. മിക്കാറും അവർക്ക് മനസ്സിലായിട്ടാണ് അല്ലേ? നീയൊക്കെ എത്ര കള്ളച്ചേരി എക്സൈറ്റ്മെന്റ് ആണോ? ഒരു കാര്യം കേട്ടാ, അപ്പുവിന്, മീനാക്ഷിക്ക്, അമ്മയ്ക്ക് ഞങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാൻ അറിഞ്ഞൂടാ. ഇവരൊക്കെ എനിക്ക് സർപ്രൈസ് തന്ന കണ്ട് ഞാൻ എന്നറിയാം. പിന്നെ എന്തെന്നറിയാമോ, മാളുവിന് പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങിരിക്കും. എനിക്ക് മക്കൾക്ക് പിന്നെയും കുഴപ്പമില്ല, ഒക്കെ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇവർക്ക് വിഷമമുണ്ട്, ഒരു എത്ര എഫേർട്ട് ഇട്ട് സർപ്രൈസ് ഇട്ടില്ലേ എന്ന് ഓർമ്മ ഉണ്ടാകും. ഇതാണ് നമുക്ക് ഒരു കള്ളം പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ തന്നെ കണ്ട കള്ള ലക്ഷണം എന്നാണ് പറയണത്. അപ്പോട്ടാ ഇപ്പൊ ഈ എക്സ്പ്രഷൻ ഇട്ടില്ലേ, ഇപ്പൊ കണ്ട ഗ്ലാമികെ തുറച്ചു നോക്കിയ വിഷ്ണു കണ്ടാൽ ഞെട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളൊന്ന് തുറച്ചു നോക്കട്ടെ. ഞങ്ങള് അവിക്കൂടെ ബാഗ് ഒന്ന് എടുക്കണേടാ. ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് പോട്ടെ, അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ബൈ. രാവിലെ 9 മണിക്ക് അവളുടെ ഫ്രണ്ട് അവള് മോശം ഞങ്ങളിപ്പോ പോകൂല. അപ്പൊ പിന്നെ നിങ്ങൾ പോകുന്നവര് നിൽക്കില്ലേ? മീനാശേട്ടൻ ചോദിച്ച് മറ്റു 2 ദിവസം കഴിയുമ്പോ കല്യാണം അല്ലേ ഇവന് മീനു അത് പക്ഷെ സെറ്റ് സാധനം വരുന്നു. എന്തൊരു യുദ്ധത്തിന് പോണ കണക്ക്. പറ നോക്കട്ടെ. കൊള്ളാം മീനു, കൊള്ളാം. നല്ല ചുമന്നല്ല, അവരും എന്തോ സ്പ്രേ അടിച്ചല്ലേ? സ്പ്രേ അല്ല, എന്തോ കലക്കി തെച്ചു. കൊള്ളാം. എക്സൈറ്റ്മെന്റ് ഉണ്ടോ കല്യാണം കഴിക്കണ? എന്താ ടെൻഷൻ ഉണ്ടോ? ഞാൻ 3 ദിവസം മുമ്പേ കറക്റ്റ് നിന്റെ അടുത്ത് വെച്ചില്ലേ നിനക്ക് എന്തെങ്കിലും ഹിറ്റായാന്ന്. എനിക്ക് ഇന്നോട്ട് എനിക്ക് രാവിലെ എണീറ്റിട്ട് എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. 6:30 കഴിയുമ്പോഴേ ഞാൻ ഉണർന്നിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് മറ്റേ ഇതായിരുന്നു. എപ്പോഴും ഇത് കണ്ടില്ലേ, എല്ലാരെയും കണ്ടില്ലേ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. കൊള്ളാം, നല്ല രസമാണ്. നമ്മളെ മീനിന്റെ പറമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. മാമീര എരിക്ക്
ഇതിൻ്റെ സയൻറ്റിഫിക് നമ്പർ ഏട്ടാ കലോട്രോപ്പിസ് ജൈജാൻഡിയ. ഇത് മാത്രമേ എനിക്കറിയൂ. എനിക്ക് ഇവിടെ നിന്ന് ഒരു കുരുവൊന്നും ചെറിയ ഇത് മാത്രമേ എനിക്കറിയാവൂ ഇംഗ്ലീഷിൽ. പിന്നെ ഹിബിസ്കസ് അല്ല എന്തരാ തോന്നുന്നു ഹിബിസ്കസ് ചെമ്പരത്തി, ഹിബിസ്കസ് ഇൻഡിക്ക ഇഞ്ചിഫറ എന്തരാണ്ടാണ്. അപ്പോഴേ ഞങ്ങൾ കണ്ട ഹൈറ്റിൽ മണ്ടയിലോട്ട് കയറിയെന്ന്. കാരണം ഇത് എത്തല്ല എൻ്റെ കൂട്ടുകാരി യമഹണ്ട ആയതുകൊണ്ട് മൈലഞ്ച് കാണിക്കണം നല്ല കാണിക്കാൻ പറ്റില്ല, അവിടെ ഇരുട്ടായിരുന്നു. ഇതാണ് മെഹന്തി. ഇതാ താഴെ ഉണ്ട്, കാലിൽ നോക്കൂ. കൊള്ളാം മീനു, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുമ്പോ? ഞാൻ ഒരു 2 മണിക്കൂർ ഉറങ്ങി ഇതിന്റെ ഇടയ്ക്ക്. അല്ല ഭയങ്കര ഒരു മുഷിച്ചില് പോലെ കലി വരണില്ലേ? എനിക്ക് മൈലഞ്ചിട്ടപ്പോ അവസാന എനിക്ക് ഇറിറ്റേഷൻ ആയി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പെട്ടെന്ന് ഇട്ടിട്ട് പൊക്കോടാ തീർന്നാ മതി. എനിക്ക് കുഴപ്പമില്ല. എത്ര മണിക്കൂർ എടുത്ത പിള്ളേരുടെ? അവള് 9 മണിക്ക് വന്ന് അപ്പൊ അത് ആദ്യം കുറച്ച് ഇവിടെയൊക്കെ ഇട്ടിട്ട് അവള് കഴിക്കാൻ കയറി. അങ്ങനത്തേക്ക് കുറച്ച് സമയം. അപ്പൊ 9 മണി തൊട്ട് ഇത്രയും നേരം 5 മണി വരെ അവള് 9 to 5 ജോബ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവള് ചെയ്യും. അപ്പം ഒരു 2 ദിവസത്തിനിടയിൽ മീനുവിന്റെ കല്യാണം. പനിക്കനാടി ഹോട്ട് ഗേൾ ആണ് മീനാക്ഷി. മീനു എനിക്കറിയേണ്ടത് നിന്റെ എന്താണ് നീ കൂടെ കല്യാണം എന്റെ അടുത്തൊന്നും ചോദിച്ചല്ലേ? എന്റെ അടുത്ത് അതാണ് എനിക്ക് ചോദിക്കാൻ. എനിക്കൊരു മിക്സഡ് ഇമോഷൻ കേട്ടോ. എനിക്ക് ടെൻഷൻ ഉണ്ട്, അതുപോലെ എനിക്ക് സന്തോഷമുണ്ട്. വെപ്രാളുണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തോ എനിക്ക് ഇവന്റിന്റെ കാര്യത്തിൽ രാവിലത്തെ അത് കുഴപ്പമില്ല. അമൽ എന്നെ വിളിക്കാറ് പോലും ഇല്ല എന്തെങ്കിലും. ഇന്ന് രാവിലെ എനിക്ക് സ്റ്റേജ് അയച്ചു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി. അല്ലല്ല മീൻസ് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷം. അതിന് പിന്നെ അല്ലാതെ അവൻ എന്നെ വിളിക്കാറില്ല, എനിക്ക് ടെൻഷൻ ഇല്ല, അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. പക്ഷെ ബാക്കിയൊക്കെ എന്ത് നമ്മളിങ്ങനെ നമ്മളായിരിക്കുമല്ലോ അതുവരെ ഇല്ലാത്തൊരു നമ്മളായിരിക്കുമല്ലോ സെന്റർ ഓഫ് അട്രാക്ഷൻ. അതുവരെ ഇല്ലാത്തൊരു ക്രീ വരും. അതെന്താന്ന് പറയുമ്പോ നമ്മള് മുതുവൊക്കെ വീർത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ. അപ്പോൾ അങ്ങനെ അതൊരു ഇത്. പിന്നെ ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. പിന്നെ സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എങ്ങനെയപ്പോ ആളെ എക്സ്പ്രഷൻ? നമ്മളെപ്പോഴെപ്പോഴും ഈ എക്സ്പ്രഷൻ മാളും ഇപ്പോഴാണോ ഈ എക്സ്പ്രഷൻ? പിടിച്ചോ നമ്മുടെ ഒരു വെഡിങ് പാരോപഹാരം. ഇതിപ്പോ ഞാൻ മനഃപൂർവ്വം തന്നെയാണ്. കരയരുത് കൊതു കടിച്ചിട്ടാണ് നീ കിടന്നത്. അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഞാനൊന്ന് മൈലാഞ്ചിട്ട് പെട്ടെന്നപ്പോ നീ കൊണ്ട് തന്നല്ലേ. ഇതില്ല കോൺഫിഡൻസ് ആയി. യെസ് മൈലാഞ്ചി പോവും. ഞാൻ തന്നെ വിചാരിച്ച് പോവാന്ന് കാണിച്ചു കൊടുക്കാന്ന്. ഇതൊക്കെ ഉണ്ട് ബൗ. ഒരു ക്രീ ഇതിനകത്ത് ഞാൻ ഒരു ലെറ്റർ നോട്ട് വെച്ചിട്ടുണ്ട്. നീ സമയം കിട്ടുമ്പോ വായിച്ചാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ട കൊള്ളാമോ? എന്നെയാണോ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ നിനക്ക്? ഇട്ട് തരട്ടാ ഊരിയിട്ട്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവളൊരു ജുമുക്ക. ഞാൻ പറഞ്ഞു മീനു നീ ഒരു ജുമുക്ക ഇട്ടാ പിന്നെ ആ ജുമുക്ക ഇടുള്ളൂ. പിന്നെ നീ ജീൻസ് ഇട്ടാലും ഷോർട്സ് ഇട്ടാലും നീ പിന്നെ ജുമുക്ക മാറ്റാൻ പോകില്ല. ഇതാകുമ്പോ നമുക്ക് ഡെയിലി വേണം ഇടാം. മോട്ടർ കളയണേന ഓഫ് ചെയ്യണ്ടേ? ഓക്കെ നോക്ക്. കൊള്ളാല്ലേ മീനു? സെറ്റ് മീനു, നല്ല രസമുണ്ട്. കൂടുതൽ എക്സ്പ്രഷൻ ഉണ്ട്. സന്തോഷമാണോ? സന്തോഷം. എന്തിനാ എനിക്ക് പറയേ? നീ സാധാരണ ഇംഗ്ലീഷിലല്ലേ നീ ഞങ്ങളടുത്ത് ഇതൊക്കെയാണ് അടുത്ത പ്രശ്നം. എനിക്ക് വാക്കൊന്നും കിട്ടൂല. സംഭവം ഞാൻ പറഞ്ഞ മീനാശ്ശേരി വേറെ പ്രശ്നം വെച്ചാൽ മീനു അല്ലാത്ത മലയാളം സംസാരിക്കും. ദേശം വരുമ്പോ കട്ട ഇംഗ്ലീഷ് തുപ്പ്. ഓക്കെ വേനിക്കണ ഇല്ല സന്തോഷം. നോക്കട്ടെ. നല്ല ചാമാണ്. നല്ല രസമാണ്. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നല്ല രസമുണ്ട്. ഇനി അപ്പൂട്ടാ കൂടെ
ഞാനെല്ലാം ഇത് കൊടുത്തത്. അത് വായിലിട്ട് ഇനിയിപ്പൊ ഇങ്ങനെ കൊടുത്ത് ആക്ഷേപിച്ചെന്നൊക്കെ ഇതും തുറന്ന് കാണിച്ചു കൊടുക്കാം. ഈ തന്നെ തുറന്ന് കാണിച്ചു കൊടുക്കും. ഇതിനകത്ത് ചെയിൻ യൂസ് ചെയ്യുമോ? ഈ ഇടയ്ക്കാണ് ലെതർ ഒരെണ്ണം അത് ഹബീൽ വാങ്ങിച്ചു കൊടുക്കുക ഒരെണ്ണം. അപ്പം ഇത് നീ നാളെ കാണൂലല്ലോ? നിങ്ങൾ ഇന്നും കാണൂല. അപ്പൊ അന്ന് അല്ല, ഞാൻ ഇപ്പൊ അനന്ത് വരാണെന്നെ ആനന്ദൂലെ കുറച്ചുകൂടെ കൊണ്ടുപോയ മീന് വാറന്റി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചേക്കാം. കമ്മൽ എങ്ങനെ ഇട്ടേക്കണ? ഓക്കെ. ഇല്ല, ഞങ്ങളിത് ചുമ്മാ പറഞ്ഞാ. ഞങ്ങൾ ഇനി പോണതേ ഉള്ളൂ. ഞങ്ങളെ ഇന്നലെ ഇവിടെ ഇല്ലേ, കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയതുള്ളൂ. എന്നിട്ട് ഇന്ന് ഇതിപ്പോ വാങ്ങിച്ചു വെച്ചിട്ട് 2-3 ദിവസമാവും ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട്. സോ വിനോദങ്ങളൊന്നും വേണ്ട ഇവിടെ. സന്തോഷമായി നിനക്ക്? ഇത് എപ്പോഴും ഇടണമെന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നീ മിക്കത് എപ്പോഴും ഇടും. കാരണം നിനക്ക് നമ്മൾ മാറ്റണ്ടല്ല കേട്ടാ. കുളിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ. 6 വയസ്സായ പെൺകൊച്ചുകൾ കുളിക്കുമ്പോ സൂക്ഷിച്ചു നോക്ക്. ഇത് ഇത്രയും നീ സൂക്ഷിച്ചു വെച്ചേരാ. നിന്റെ ജുമുക്ക് എല്ലാം ഇതിനകത്തുണ്ട്, ലെറ്റർ ഉണ്ട്. സമയം കിട്ടുമ്പോ മൈലാഞ്ചിയൊക്കെ കഴുകി കളഞ്ഞിട്ട് വെച്ചേക്കാം. അപ്പോ ആദ്യം വെച്ചേക്കും ഗൈസ്. അപ്പം നമ്മൾ മീനുവിന് വെഡിങ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പോണ്. കാരണം ഇനി വേണം അപ്പൂന് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. അല്ലെങ്കിൽ മമ്മി എടുത്ത് പറഞ്ഞാൽ നമ്മൾ കുർത്ത എടുത്തിട്ട് വന്നതാണ്. എല്ലായിടത്തും അങ്ങനെ സിറ്റിയിൽ നിന്ന് വന്നതാണെന്ന്. പോട്ടാ അമ്പ് ഞാൻ ഉണ്ടാക്കിയ മോഡൽ അപ്പഴേ നല്ലോണം ഇരിക്കുള്ളൂ. നമ്മളെ മീനുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇപ്പഴാണ് അപ്പൂന് കുർത്തയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോണത്. ഇമോഷണൽ ആയിപ്പോയി ചെറുതായിട്ട്. ഞാനങ്ങനെ ഇമോഷണൽ ആവൂല എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് തൊട്ടാനും പിടിക്കാനൊക്കെ എനിക്ക് സങ്കടം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഇമോഷണൽ ആവില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. അവളെ കാതിൽ ഇങ്ങനെ കമ്മലിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ 8ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരി എനിക്ക് ഓർമ്മ വന്നു. 8ൽ പഠിച്ച അവളെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മുതുക്കായെങ്കിലും പക്ഷെ 13 വയസ്സുള്ള എൻ്റെ കൂട്ടുകാരി എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങൾ 8ാം ക്ലാസ് വരെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് മീൻസ് 8ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ 8ാം ക്ലാസ്സിൽ അറിയാം. പക്ഷെ ഒരു 10 ആയപ്പോഴും 10 +1 +2 ഒക്കെ ആയപ്പോഴും ഞങ്ങൾ അത്ര ഇതായത് അടുത്തറിയണത്. അപ്പോൾ 8ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് മീൻസ് പറഞ്ഞതാണ്. അപ്പോൾ 8ലാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണണം. ഞാൻ ആദ്യമായിട്ട് ഒരു കുട്ടി സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ട് കാണണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ടുകയാണ്. കാരണം നമ്മളവിടെ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയും അടിപൊളി ഗത്ത് പെൺകുട്ടി, പിന്നെ അവൾ ഇത്ര വരെ ഹെയർ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. സോ അങ്ങനെ അവളെ കമ്മലിട്ടുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ചേര നല്ല അല്ലേ? ആദ്യം ഇരുന്നേക്കാളും അവളെ കാതി ഇട്ടപ്പം കുറച്ചുകൂടെ ചന്തമല്ല അല്ലെ? ചിലരിങ്ങനെ എടുത്തു വയ്ക്കാൻ ഭംഗിയല്ലോ, പക്ഷെ അവർ ഇട്ട് കാണാൻ ഭയങ്കര സന്തോഷം. അവൾ ഇട്ടപ്പം എനിക്ക് ഭയങ്കര ഇവിടുത്തെ ഭയങ്കര സന്തോഷം. എനിക്ക് എന്തൊക്കെ വേറെന്തോ പാസം വന്നു എൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, ആ പാസമല്ല, വേറൊരു വേറൊരു പാസം. ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ എന്തോന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഞാൻ ലെറ്ററിൽ ഞാൻ വേറെ ഒന്നും എഴുതിയില്ല. കുറച്ച് എഴുതി. എനിക്ക് നമുക്ക് ചെറിയൊരു പാരാഗ്രാഫ്. അപ്പം അതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞു അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്ന ആളാണ്. എല്ലാ ഹാപ്പിനെസ്സും. കാരണം അവൾ അത്ര ക്വാളിറ്റി ഉള്ള ഒരു ഫ്രണ്ടാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി എൻ്റെ അമ്മയും മാളും ഇറങ്ങും. ഇല്ലയെന്നല്ല ഞാൻ പറയണം, അവരൊക്കെ ഇറങ്ങും. പക്ഷെ അവർക്കൊക്കെ മുന്നേ അവൾ ഇറങ്ങിയിരിക്കും. കാരണം എനിക്കറിയാം അവളുടെ അടുത്തായിരിക്കും എല്ലാം പറയണത്. സോ അങ്ങനെ എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഭയങ്കര ക്വാളിറ്റിയുള്ള ഫ്രണ്ടാണ്. എനിക്ക് എപ്പോഴും കമൻറ്റ് പറഞ്ഞാണ്, ചേച്ചി ഞാൻ ഭയങ്കര ലക്കിയാണ് മീനുവിനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ല. ഓഫ് കോഴ്സ് ഗൈസ്, ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം അവളെ പോലൊരു ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുക, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ കൂടെ. അവളൊരു ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ചില സമയത്ത് ആ നല്ല ക്വാളിറ്റി അവളെ വിഷമിപ്പിക്കും. നമ്മൾ എല്ലാവരും കൂടെയും കട്ടാക്കി നിൽക്കും. എല്ലാത്തിനും അവരെ സപ്പോർട്ട് ചെയ്യാം. ചില ആൾക്കാർ ആവശ്യം കഴിയുമ്പോഴത്തേക്കും അവളെ എല്ലാത്തിനും കൂടെ നിന്നൊരു ആവശ്യം കഴിയുമ്പോഴത്തേക്കും ഒഴിവാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ
എനിക്ക് ഭയങ്കര ഇതായി. അങ്ങനെ ഒരു 2 ദിവസം കഴിയുമ്പോൾ അവൾ കല്യാണം കഴിക്കും ഗൈസ്, എൻ്റെ കൂട്ടുകാരി. അത് വിഷമമുണ്ടായിട്ടല്ല, അങ്ങനെയല്ല, ആ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കണത്. 13 to 27 പ്രോസസ്സ്. 13 വയസ്സിൽ നിന്ന് 27